ഗൈസ്, അപ്പോൾ നമ്മൾ ചെന്നൈയിലാണ് കേട്ടോ. ചെന്നൈയിലൊരു കിടിലൻ സ്പോട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മെയ്യഴകൻ എന്നുള്ള അരവിന്ദ് സ്വാമിയുടെ മൂവിയിലൂടെ ആണ് ഈ സ്ഥലം ഫേമസ് ആയത് കേട്ടോ. 6000-ഓളം പാരറ്റ്സിന് ഫീഡ് ചെയ്യുന്നൊരു സ്പോട്ടാണ്. സുദർശൻ പറഞ്ഞിട്ടുള്ളൊരു സാറിൻ്റെ വീടാണ് കേട്ടോ. ആൾ ചെറുതായിട്ട് കിളികൾക്ക് തീറ്റ വെച്ച് തുടങ്ങിയതാണ്. അപ്പോൾ 6000-ഓളം തത്തമ്മകൾ പാരറ്റ്സിനെ ഫീഡ് ചെയ്യുന്നൊരു കിടിലൻ സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4:30-ക്കാണ് അപ്പോയിൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇവിടേക്ക് വരുന്നതുകൊണ്ട്, വീടായതുകൊണ്ട് ഒരുപാട് വെളിയിലത്തെ ആൾക്കാരിനെ അഫോർഡ് ചെയ്യാൻ പ്രോബ്ലം ആയതുകൊണ്ടാണ് ടൈം അനുസരിച്ചും തിരക്കനുസരിച്ചുമൊക്കെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ റെസ്ട്രിക്ഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡാർക്കായിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. പിന്നെ നമ്മൾ വരുമ്പോൾ ഇവിടെ എൻട്രി ഫീസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾക്ക് പറ്റുകയാണെങ്കിൽ കുറച്ച് തത്തമ്മകൾക്കുള്ള കുറച്ച് ഫീഡ് മാത്രമാണ് ആൾ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞത്. അപ്പോൾ അതിന് കൊടുക്കാനുള്ള വേർക്കടല, നമ്മുടെ അവിടുത്തെ പച്ച നിലക്കടലയാണ് അതിന് ഫീഡായിട്ട് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കത് വാങ്ങിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ വേർക്കടല അന്വേഷിച്ച് നമ്മുടെ നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയി കണ്ടുപിടിച്ച് നമ്മൾ വാങ്ങിച്ചിട്ട് വരാം. നമുക്ക് വേർക്കടല കിട്ടിയിട്ടാ. ഈ കടയിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. ഗൂഗിൾ മാപ്പിൽ പാരറ്റ് സുദർശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാ സ്ഥലം. നമ്മൾ ഏകദേശം ആളുടെ വീടിൻ്റെ അടുത്ത് എത്താനായി. അപ്പോൾ നമ്മൾ വേർക്കടലയൊക്കെ കിട്ടിയിട്ടാണ്. നമ്മൾ പച്ചയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞത് പ്രകാരം നമ്മൾ 4 മണിക്ക് ഏകദേശം ഇവിടെ റീച്ചായി. ബാക്കി 4:30-ക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് വന്നിരിക്കുന്നത്. നമുക്ക് 4:30-ക്ക് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ വാ ഗായ്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വണക്കം 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 മക്കളെ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മളവിടെ എത്തി കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. മരത്തിൽ അത്യാവശ്യം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥലം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലാണ് മരത്തിൽ അത്യാവശ്യം കിളികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ്, ആ തത്തമ്മകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കാണുന്നത് തന്നെ ഭയങ്കര ഒരു രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അത് കൂട്ടമായിട്ട് ഒരു പറക്കുന്നത് കാണാൻ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. இன்னைக்கு பண்ற தர்மம் வந்து சாமி அடையணும்னு சொல்லி வேண்டிக்கு கை வச்சு கொடுங்க. അപ്പോൾ അവർ ഫുഡ് വെക്കാൻ തുടങ്ങി കേട്ടോ. സുദർശൻ സാർ എത്തിയിട്ടോ. നമ്മൾ വന്നതിനേക്കാളും മരത്തിൽ അത്യാവശ്യം പാരറ്റ്സ് നിറഞ്ഞു കേട്ടോ. മരത്തിലൊക്കെ അത്യാവശ്യമുണ്ട്.
ഫുള്ള് ഗ്രീൻ ആയതുകൊണ്ട് മരത്തിലധികം അറിയാണ്ടാണ്. പക്ഷേ ഒരുപാട് പാരറ്റ്സ് ഉണ്ട് കേട്ടോ. ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആൾക്കാർ. അത്യാവശ്യം മരം മൊത്തം നിറഞ്ഞു കേട്ടോ തത്തകളെ കൊണ്ട്. ആളുകളൊക്കെ ഫീഡ് വയ്ക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ തത്തകളൊക്കെ എത്തിക്കഴിഞ്ഞോട്ടോ. ഫുൾ തത്തകളാണ്. പാരറ്റ്സ് എല്ലാം അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വൈബ് കാഴ്ചയാണ്. ഏകദേശം തീറ്റ മൊത്തമായിട്ട് സെറ്റ് ചെയ്യുന്നതോടുകൂടി വേറെ ലെവല് പറഞ്ഞ വേറെ ലെവല്. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പോവുകയാണെങ്കിൽ എല്ലാവരും അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോകണം കേട്ടോ. അല്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കയറ്റില്ല. പിന്നെ പരമാവധി ഡാർക്ക് ഡ്രസ്സ് ഇടാണ്ട് പോവുക. ലൈറ്റ് കളർ, വൈറ്റ് അങ്ങനത്തെ ഡ്രസ്സുകൾ ഉപയോഗിച്ചാൽ കൂടുതൽ നന്നായിരിക്കും. നമ്മൾ ലോങ് എന്നൊക്കെ പോയിട്ട് അവിടെ കയറാൻ പറ്റാണ്ടിരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും. അവർക്കും ബുദ്ധിമുട്ടാണ്, നമ്മൾക്കും ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് അവർക്കും ഒരു വീടായതുകൊണ്ട് ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പരമാവധി ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് വരാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെന്നൈയിലേക്കൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഒരുപാട് മനസ്സിന് സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് ഇത്. കാണാൻ ഒരുപാട് ലോങ്ങൊന്നും കേരളത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ കൂടുതൽ ആളുകളും വരുന്നത് കണ്ടത്. അപ്പോൾ ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് ഈ കാഴ്ച എന്ന് പറയുന്നത്. തീർച്ചയായും പറ്റുമെങ്കിൽ എല്ലാവരും പോയി കാണണം. നമ്മൾക്ക് ഫോട്ടോ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും അടിപൊളിയായിരിക്കും നമുക്ക് നേരിട്ട് കാണുന്ന ആ കാഴ്ച എന്ന് പറയുന്നത്. ചെന്നൈ നഗരത്തിൻ്റെ സെൻറ്ററിലാണിത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ ഇറങ്ങിയിട്ടൊരു 5 to 6 കിലോമീറ്റർ തന്നെ ദൂരം ഉണ്ടാവുള്ളൂ. അപ്പോൾ പാരറ്റ് സുദർശൻ എന്ന് പറഞ്ഞ് അടിച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. നമ്മൾ ഒരു ഊബറൊക്കെ വിളിച്ച് പോവുകയാണെങ്കിൽ അത്ര കോസ്റ്റൊന്നും നമുക്ക് വരില്ല.
പിന്നെ എനിക്കൊരു പറ്റിയൊരു അബദ്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷികളുടെ ഫീഡ് വാങ്ങണത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കടയിലുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മുന്നേ പോയി ഇറങ്ങിയതുകൊണ്ട് അപ്പോൾ അവിടുത്തെ കടക്കാർ മാർക്കറ്റിലാണ് കിട്ടുക. അവരുടെ എനിക്ക് മാർക്കറ്റ് വരെ പോകേണ്ടി വന്നു. ഇനി പോവുകയാണെങ്കിൽ ആർക്കെങ്കിലും പോവുകയാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു കടയുണ്ട്, അപ്പോൾ അവിടെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.